നമ്മൾ ഓരോരുത്തരും കാത്തിരുന്ന +2 റിസൾട്ട് ഔട്ട് ആയല്ലോ. അതിൽ 77.97% പാസ്. അതേപോലെ തന്നെ 22% ഫെയിലിയേഴ്സും ഉണ്ട്. ഈ പ്രാവശ്യത്തെ ഫെയിലിയർ റേറ്റ് നന്നേ കൂടുതലാണ്. +2 ഫെയിൽ ആയവർ ഒരു കാരണവശാലും സങ്കടപ്പെടേണ്ട. ഇതിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി ഇനിയും മുമ്പോട്ട് പഠിക്കുകയാണെങ്കിൽ ഈ അക്കാഡമിക്കിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് നെക്സ്റ്റ് ഹയർ സ്റ്റഡീസിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരവും നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയതെന്ന്. ഒന്നെങ്കിൽ എക്സാമിന് ഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല, ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആയി കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ള ഏത് സെക്ഷൻ ആണോ അവിടെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക. കൃത്യമായി സമയം എടുത്ത് ഓരോ സബ്ജക്റ്റും പഠിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് അതുപോലെ നിങ്ങൾക്ക് ഇനിയും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ മെന്റേഴ്സ്, ട്യൂഷൻ എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. എന്താണെങ്കിലും നിങ്ങൾക്ക് ഒരു മെന്റൽ സ്ട്രെസ് ഉണ്ടാകും, കാരണം ഞാൻ ഫെയിൽ ആയല്ലോ എന്നുള്ളൊരു സങ്കടം. അത് നിങ്ങൾ മാറ്റിവെച്ച് ഇനി മുമ്പോട്ടുള്ള എക്സാമിലേക്ക് കൃത്യമായി സമയം കണ്ടെത്തി അതിന് പ്രിപ്പയർ ചെയ്യുക. കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കംബാക്ക് തന്നെ കിട്ടുന്നതാണ്. ഒരു കാര്യം മാത്രം ചിന്തിക്കുക, ഫെയിൽ ആയതുകൊണ്ട് നമ്മുടെ ഫ്യൂച്ചർ ക്ലോസ് ആകുന്നില്ല. അതിൽ നിന്ന് റീട്രൈ ചെയ്ത് നമ്മൾ നമ്മുടെ സക്സസ് കണ്ടെത്തുക. കൂടുതൽ വിവരങ്ങൾക്കും സപ്പോർട്ടിനും വിദ്യാമിത്രയുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.